ഇതിനു മുന്നത്തെ എപ്പിസോഡിൽ ശാന്തി ഒന്നും അറിയാത്തതുപോലെ ആ കത്തെടുത്തുകൊണ്ടുപോയി അടുക്കളയിൽ ചെന്ന് കത്തിച്ചു. പക്ഷെ അതേ സമയത്ത് അവിടെ വന്ന് നോക്കിയ അമ്മായിമ്മ നാത്തൂൻ ഭർത്താവിനെ കണ്ട് ശാന്തി ഒരുപാട് പേടിച്ചു. എന്തു പറ്റി? ആ കത്ത് നീ എന്തിനാ കത്തിച്ചത്? ഒന്നുമില്ല അമ്മേ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കത്തിച്ചത്? അത് പിന്നെ അതെന്താന്ന അത് എന്താ അത് പറഞ്ഞ് നീട്ടി വലിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ ആ കത്തിലുള്ളത് സത്യമാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്കത് മനസ്സിലാകുമെന്ന് കരുതി നീ അത് കത്തിക്കുന്നു. അമ്മേ, നിങ്ങൾ എന്താ പറയുന്നേ? ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്റെ അമ്മയോട് എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞ് എന്റെ അമ്മയെ നിങ്ങൾ വലയിലിട്ടു. എന്റെ അമ്മയെയും എന്നെയും പിരിച്ച് വീട്ടിലെ എല്ലാ കാര്യവും നീ ഏറ്റെടുത്തു. അമ്മേ, സത്യത്തിൽ ഇതിന് എനിക്കൊരു ബന്ധമില്ലമ്മേ. ഇതിൽ എന്റെ തെറ്റൊന്നുമില്ല. നിന്റെ തെറ്റ് ഒന്നുമില്ലെങ്കിൽ നീ ഇക്കാര്യം നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ? ഇല്ല. ശരി, ഞാൻ നിന്നോട് നന്നായല്ലേ പെരുമാറേ? നീ എന്നോട് പറഞ്ഞോ? നിന്റെ തെറ്റില്ലെങ്കിൽ നീ പറയില്ലേ? ഏട്ടാ, നിങ്ങൾക്കും എന്നോട് വിശ്വാസമില്ലേ? ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? നീ തെറ്റ് ചെയ്തതിന് സാക്ഷിയുണ്ട്. ദേ നോക്ക്, നിന്റെ കാമുകൻ എഴുതിയ കത്ത്. നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ മകന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയത്. അതിനെപ്പറ്റി ആലോചിച്ചാണടി എനിക്കിങ്ങനെ രോഗം തന്നെ വന്നത്. അമ്മേ, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലമ്മേ. ഇതൊക്കെ എവിടുന്ന് വരുന്നു, ആരയക്കുന്നു, ഒന്നും എനിക്കറിയില്ലമ്മേ. നിന്റെ പേരിൽ തെറ്റില്ലെങ്കിൽ എന്നോടെന്താ പറയാത്തത്? എന്നോടെന്തിനു മറച്ചു വെച്ചു? അമ്മ ചോദിക്കുന്നില്ലേ? പറ. ഈ കത്തുകളെല്ലാം എവിടുന്ന് വരുന്നു എന്ന ഡീറ്റെയിലുമില്ല, അഡ്രസ്സും ഇല്ല, ഇതിലൊരു പേരുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാര്യമാക്കാതെ വിട്ടത്. ആവശ്യമില്ലാതെ വീട്ടിൽ പ്രശ്നം വരുന്ന കരുതിയ ഞാനിതൊക്കെ കത്തിക്കുന്നത്. ശരി, ഞങ്ങളിത് സമ്മതിക്കാം. പക്ഷെ ഭർത്താവായ ചേട്ടൻ ഇതൊക്കെ അറിയണ്ടേ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒളിച്ചു വെക്കരുത്. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? അമ്മേ, ഞാൻ നിങ്ങളോട് കാര്യം പറയാഞ്ഞത് തെറ്റാണ്. ഞാനത് സമ്മതിക്കാം. പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല അമ്മേ. ഈ കഥ ആരയക്കുന്നു, ഇതൊക്കെ എവിടുന്ന് വരുന്നെന്ന് പോലും എനിക്കൊന്നും അറിയില്ല അമ്മേ. ചില ദിവസങ്ങളായി ഇങ്ങനെ കത്തുകൾ വരുന്നുണ്ട്. ശാന്തി അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൾ തലകറങ്ങി അവിടെ തന്നെ താഴെ വീണു. അപ്പോൾ അവിടെയുണ്ടായിരുന്ന പ്രസാദ് അവളെ എടുത്തുകൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. ഡോക്ടറെ കോൾ ചെയ്തു. കുറച്ചു നേരത്തെ ഡോക്ടറും വന്ന് ശാന്തിയെ ചെക്ക് ചെയ്തു. ശാന്തി ഗർഭിണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പോയി. അത് കേട്ട് 3 പേരും ആശ്ചര്യപ്പെട്ടു. കുറച്ചു നേരത്തിൽ ശാന്തിയും എഴുന്നേറ്റ് നോക്കി. അവളുടെ മുന്നിൽ ആ 3 പേരും നിന്നുകൊണ്ടിരുന്നു. എന്തു പറ്റി എന്നവൾ ചോദിച്ചു. മതി, നിർത്ത് നിന്റെ നാടകമൊക്കെ. നാടകം കളിച്ച് ഇനി എന്റെ ചേട്ടനെയോ എന്റെ അമ്മയോ നിനക്ക് പറ്റിക്കാൻ കഴിയില്ല. നീ ചെയ്ത പാപത്തിന് ദാ ഫലം നിന്റെ വയറ്റിൽ വളരുന്നുണ്ടല്ലോ. ഏട്ടാ, ഞാൻ തെറ്റ് ചെയ്തെന്ന് നിങ്ങളും വിചാരിക്കുന്നു. എന്റെ വയറ്റിൽ വളരുന്നത് നമ്മുടെ കുട്ടിയാ. ഇത് നിങ്ങൾ വിശ്വസിക്കില്ലേ? ഇവിടെ നോക്കടാ, ഇനി ഇവളെ ഈ വീട്ടിൽ ഒരു നിമിഷം പോലും ഇരിക്കാൻ പാടില്ല. ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്ക്, ഡൈവേഴ്സ് കൊടുത്തേക്ക്. എന്തെന്നാൽ ഏതെങ്കിലും ഒരുത്തന്റെ കുട്ടിക്ക് എന്റെ മകൻ അച്ഛനാവാൻ പാടില്ല. അമ്മേ, ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഇത് നമ്മുടെ കുട്ടിയാണ്. ഏട്ടാ, നമ്മൾ പരസ്പരം എത്ര സ്നേഹിച്ചു. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ആരോ പേപ്പറിൽ എഴുതിയത് വായിച്ച് നിങ്ങളത് സത്യമാണെന്ന് കരുതുവോ? നിന്റെ പേര് തെറ്റില്ലെങ്കിൽ നീ അത് പ്രൂവ് ചെയ്യേ. ലെറ്റർ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നീ അത് ഭർത്താവിനോട് ആദ്യമേ പറയണ്ടേ? അങ്ങനെയല്ലെങ്കിൽ അമ്മയെ പോലുള്ള നിന്റെ അമ്മായിമോടെങ്കിലും നീ പറഞ്ഞോ? എന്റെ അമ്മ നിന്നെ വിശ്വസിച്ചില്ലേ? എന്തുകൊണ്ട് നീ എന്റെ അമ്മയോട് പറഞ്ഞില്ല? അങ്ങനെയാണെങ്കിൽ ശരി, നിന്റെ തെറ്റ് ഒന്നുമില്ല. ഈ കത്തൊക്കെ എവിടുന്ന് വരുന്നു, ആരയക്കുന്നു എന്നറിഞ്ഞ് തെറ്റില്ലെന്ന് നീ പ്രൂവ് ചെയ്യേ. അങ്ങനെയാണെങ്കിൽ നിന്നെ എന്റെ മരുമകളായും നിന്റെ വയറ്റിലെ കുഞ്ഞിനെ എന്റെ പേരക്കുട്ടിയായും സ്വീകരിക്കൂ. അതല്ല നീ പ്രൂവ് ചെയ്യുന്നവരെ ഈ വീട്ടിൽ നീ ഇരിക്കാൻ പാടില്ല. വീടിന് പുറകെയുള്ള തൊഴുത്തിൽ പോയിരുന്നോ. അങ്ങനെ പറഞ്ഞ് അമ്മായിമ്മ അവിടുന്ന് പോയി. അപ്പൊ ശാന്തി വിഷമത്തോടെ ഭർത്താവിനെ നോക്കി. പക്ഷേ ഭർത്താവും ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അവിടുന്ന് പോയി. രുക്മണി മാത്രം മനസ്സിനുള്ളിൽ ചിരിച്ചുകൊണ്ട് ആ റൂം വിട്ട് പുറത്തുപോയി. റൂമിലേക്ക് പോയിട്ട് രുക്മണി ഇങ്ങനെ ചിന്തിച്ചു. ഹാവോ, ഇപ്പോഴാണ് എനിക്ക് സമാധാനം. പിന്നെന്താ, എന്നെക്കുറിച്ച് നീ മോശമായാണോ പറയുന്നേ? എല്ലാവരോടും എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ വീട്ടിൽ തന്നെ എന്ത് വേലക്കാരി പോലെ ഓരോ പണിക്കും അവളോട് ചെന്ന് പെർമിഷൻ മേടിക്കാൻ പറഞ്ഞില്ലേ? ഇനി മുതൽ എനിക്ക് ഈ വീട്ടിൽ അങ്ങനെ ശല്യമേ ഇല്ല. അവളെ വീടിന്റെ വേലക്കാരിയാക്കി. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഇവളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. എന്റെ ചേട്ടന് എന്റെ അമ്മ നോക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച എന്റെ അമ്മയും സന്തോഷിക്കും. ആദ്യം അവളുടെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോയി ആ പശുത്തൊഴുത്ത് കൊണ്ടുപോയി എറിയണം. അങ്ങനെ രുക്മണി അവളുടെ അമ്മയുടെ അടുത്ത് പോയി. 2 പേരും ചേർന്ന് ശാന്തിയുടെ
ഡ്രസ്സുകൾ സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ടുപോയി ആ പശുത്തൊഴുത്തിൽ കൊണ്ടിട്ടു. ശാന്തി വേണ്ട വേണ്ട, അങ്ങനെയൊന്നും ചെയ്യല്ലേ, അവിടെ ഇടല്ലേ എന്ന് അപേക്ഷിച്ചു. പക്ഷെ അവരാരും അത് ശ്രദ്ധിച്ചില്ല. രുക്മിണി ഏട്ടത്തിയുടെ മുടി പിടിച്ച് പുറത്തു തള്ളി വാതിലിന് കുറ്റിയിട്ടു. അത് കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പശുത്തൊഴുത്തിലേക്ക് നടക്കാൻ തുടങ്ങി. പാവ ശാന്തി ആ പശുത്തൊഴുത്ത് വൃത്തിയാക്കി അവളുടെ സാധനങ്ങൾ അവിടെ വെച്ചു. ദൂരെ നിന്ന് പ്രസാദ് നടക്കുന്ന എല്ലാ കാര്യവും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച എന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എന്തു ചെയ്യണമെന്ന് പോലും അവനറിയില്ല. കുറച്ചുനേരം കഴിഞ്ഞ് അവൻ വീടിനുള്ളിൽ പോയി. ശാന്തി അവിടെ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ അമ്മായിമ്മ അവിടെ വന്നു. എടി എനിക്ക് ഇനി മുതൽ നീ വീട്ടിലെ പണി പാചകം മാത്രമല്ല, ഈ പശുത്തൊഴുത്ത് നീ തന്നെ നോക്കണം. പക്ഷേ അമ്മേ, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ തനിച്ചല്ലല്ലോ. അമ്മയല്ലടി, മുതലാളി അമ്മയെന്ന് വിളിക്ക്. ഇരിക്കുന്നവരെ വേലക്കാരിയായിരുന്ന് ഞാൻ പറയുന്നതൊക്കെ ചെയ്. അല്ലെങ്കിൽ ഈ വീട് വിട്ട് നിന്റെ വീട്ടിൽ പോ. ശരി മുതലാളി അമ്മ. ഇവിടെ നടക്കുന്നതെല്ലാം ദൂരെ നിന്ന് നോക്കുന്ന രുക്മിണി വളരെയധികം സന്തോഷിച്ചു. അവൾ മനസ്സിനുള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു, നീ എന്റെ അടുത്ത് വരുന്നോ? എന്റെ അമ്മയുടെ അടുത്ത് എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞു കൊടുക്കുന്നു. ഇന്നു മുതൽ ഞാൻ ആരാണെന്ന് അവൾക്ക് കാണിക്കാം. എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് ഇവൾ അറിയണം. അമ്മായിമ്മ പറഞ്ഞതുപോലെ തന്നെ ശാന്തി എഴുന്നേറ്റ് ആ പശുത്തൊഴുത്ത് വൃത്തിയാക്കി വീടിനുള്ളിൽ പോയി വീട്ടിലെ പണി, പാചകപ്പണി എല്ലാം ചെയ്തു. അങ്ങനെ പശുവിനടുത്ത് ചെന്ന് പാല് കറക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പാല് കറന്നു. അതാണ് നല്ല തക്കമെന്ന് നോക്കി രുക്മിണി പശുക്കൾ പേടിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ശാന്തി പാല് കറക്കുന്നുണ്ടായിരുന്ന പശു ശാന്തിയെ ഒരു ചവിട്ട് ചവിട്ടി. പാവം അവൾ ദൂരെ പോയി വീണു. രുക്മിണി അവിടെ നടക്കുന്നതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവൾ ഒന്നും അറിയാത്തതുപോലെ അവിടുന്ന് പുറപ്പെട്ടു പോയി. ശാന്തി അത് കഴിഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് ബാക്കിയുള്ള പണികളെല്ലാം നോക്കി. രുക്മിണി ദിവസം എന്തെങ്കിലും ചെയ്ത് ശാന്തിക്ക് പരിക്കേൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ അമ്മായിമ്മ അവൾക്ക് കുറെ പണി കൊടുക്കുന്നത് പോലെയോ എന്തെങ്കിലും ചെയ്തു. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ശാന്തി വീട് തുടച്ച് പുറത്തു പോയി. ഈ തക്കം ഉപയോഗിച്ച് രുക്മിണി അവിടെ നിന്നകത്ത് ചെന്ന് സോപ്പ് വെള്ളം കൊണ്ടുവന്ന് എല്ലാ പടികളിൽ ഒഴിച്ചു. അതറിയാതെ അവളുടെ അമ്മ ആ ഭാഗത്ത് വന്ന് സോപ്പ് വെള്ളത്തിൽ കാലുവെച്ച് താഴെ വീണു. അതിലവരുടെ കാല് ഒടിഞ്ഞു. ഡോക്ടർ ചെക്ക് ചെയ്ത് നോക്കി ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു പോയി. ഡോക്ടർ പോയതിനു ശേഷം ശാന്തിയുടെ അമ്മായിമ്മ ഇങ്ങനെ ചോദിച്ചു, അവിടെ സോപ്പ് വെള്ളം എങ്ങനെ വന്നു? അത് പിന്നെ അമ്മേ, എന്നോട് ക്ഷമിക്കൂ. അവിടെ സോപ്പ് വെള്ളമിട്ട് ഞാനാണ് വൃത്തിയാക്കിയത്. വീട് വൃത്തിയാക്കുന്നോ അതോ അമ്മായിമ്മയെ നീ കൊല്ലാൻ നോക്കുന്നോ? ആർക്കറിയാം. ഇവിടെ നോക്ക് രുക്മിണി, ഞാൻ എന്തിനാ അമ്മയെ കൊല്ലാൻ നോക്കുന്നത്? അറിയാതെ സംഭവിച്ചതാകും. നീ ചെയ്ത തെറ്റുകൊണ്ട് നോക്ക് എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നു. നീ അറിയാതെ ചെയ്തതല്ല, വേണം വെച്ചാ ചെയ്തത്. എന്റെ അമ്മ നിന്നെ ഒരുപാട് പണിയെടുപ്പിക്കുന്നു വിചാരിച്ച് അവരെ കൊല്ലാൻ ശ്രമിച്ചതാ. ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നീ ഇരിക്കാൻ പാടില്ല. അങ്ങനെ കഴുത്ത് പിടിച്ച് അവളെ പുറത്തു തള്ളി. അപ്പോൾ രുക്മിണിയുടെ അമ്മ നിർത്തിയെന്ന് പറഞ്ഞു. അമ്മായിമ്മ എന്തിനാണ് നിർത്തിയെന്ന് പറഞ്ഞത്? അതിന് രുക്മിണി എന്തുത്തരം നൽകിയിട്ടുണ്ടാകും? ശാന്തി ചെയ്ത തെറ്റിന് അമ്മായിമ്മ മരുമകൾക്ക് എന്ത് ശിക്ഷ നൽകി?